إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയമുള്ള സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സൊഫൊന്ന് പൂർത്തീകരിച്ച് ഇരിക്കാം. ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കയറിയിരിക്കും. ഒരു വർഷം നമ്മിൽ നിന്നും കഴിഞ്ഞു കൊഴിഞ്ഞു പോകാറായിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ജീവിതത്തിൽ നിന്നും ഒരു വർഷം കുറയുമ്പോൾ നാം മരണത്തിലേക്ക് ഒരു വർഷം അടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചിന്തയായിരിക്കണം വിശ്വാസികളായ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. മനുഷ്യന്റെ ജീവിതം എന്നത് ജനനം മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടം അത് ചെറിയൊരു കാലഘട്ടമാണ്. അതിൽ പുതിയ ഒരു വർഷം വന്നെത്തുന്നത് അല്ലെങ്കിൽ ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് നമ്മുടെ യാത്രയുടെ
അന്ത്യമായ മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുവെന്ന സന്ദേശമാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായ ആളുകൾക്കുണ്ടായിരിക്കേണ്ടത്. ജീവിതയാത്രയിൽ എത്രയോ ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞ് പലരും ഖബറുകളിലാണ്. ആ വിട്ടുപിരിഞ്ഞ ആളുകളെ നമ്മൾ ഓർക്കുകയും അവരെ പിടികൂടിയ മരണം നമ്മുടെയും സമീപത്തുണ്ട് എന്ന ആ ഒരു ചിന്ത കൂടുതൽ നമുക്കുണ്ടായിരിക്കുകയും ചെയ്യണം. ആ നിലക്ക് ചിന്തയെ ക്രമീകരിക്കുമ്പോഴാണ് ഒരാൾക്ക് കൂടുതൽ നന്മകൾ ചെയ്യുവാനും പരമാവധി തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, നിങ്ങൾ ധാരാളമായി മരണത്തെ നിങ്ങൾ ഓർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും എല്ലാ സൗകര്യങ്ങളെയും ദുനിയാവിന്റെ എല്ലാ ആസ്വാദനങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഞാനടക്കമുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്നത് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. മരണത്തെ നിഷേധിക്കുന്ന ഒരാളെയും ദുനിയാവിൽ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ആ യാഥാർത്ഥ്യം കൊണ്ടുവരുന്ന ആ മരണം, അതിനെ എത്ര നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ മനുഷ്യരും മരിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും, ഓരോ നഫ്സും ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലാണ് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നമ്മൾ ഈ ദുനിയാവിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കുമുള്ള പരിപൂർണമായ പ്രതിഫലം അത് ഖിയാമത്ത് നാളിലാണ് ലഭിക്കുക. ആ ഖിയാമത്ത് നാളിൽ നമ്മൾ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുമ്പോൾ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അവനാണ് വിജയിച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവുണ്ടല്ലോ, നിങ്ങളെ ആസ്വദിക്കുന്ന, നിങ്ങൾ എല്ലാം മതിമറന്ന് കളയുന്ന ഈ ദുനിയാവ്, അത് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. ഈ ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് കളയുകയാണ്. ഈ കുറഞ്ഞ ആയുസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അത് ആത്യന്തികമായ പാരത്രിക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളായിരിക്കണം ഈ ദുനിയാവിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടത് എന്നതാണ്. എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ടുന്ന കവാടമാണ് മരണം. ഒരു കവി പാടിയതായി കാണാം, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു. മരണമെന്നത് ഒരു കവാടമാണ്. ആ കവാടം മുഴുവൻ മനുഷ്യരും അതിൽ പ്രവഹിക്കുക തന്നെ ചെയ്യും, അതിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും.
ആ വാതിലിനപ്പുറമുള്ള നമ്മുടെ വീട് അത് ഏതായിരിക്കും എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. മരണം നമ്മൾ ഓരോരുത്തരും രുചിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ആ മരണം നമ്മൾ രുചിച്ച് ആ കവാടത്തിലൂടെ നമ്മളൊന്ന് കടന്നുപോയാൽ നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ കവാടം അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ കവാടത്തിലൂടെ കടന്ന് ശാശ്വതമായ സ്വർഗത്തിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുക. അതല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചാകുകയും അത് അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത പ്രവർത്തനങ്ങളായി തീരുകയും ചെയ്തു കഴിഞ്ഞാൽ ശാശ്വതമായ ഭയാനകമായ നരകത്തിലേക്കായിരിക്കും ആ മരണം എന്ന കവാടം കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അത് നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ആ മരണമെന്നത് അത് എവിടെ പോയാലും, നമ്മൾ ഏത് കോട്ടകൾക്കുള്ളിൽ പോയി ഇരുന്നാലും ആ മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എത്ര തന്നെ ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ മരണം ആ കോട്ടകൾക്കുള്ളിലും വന്ന് നിങ്ങളെയും കൊണ്ട് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ്. അതിൽ നിന്ന് ഓടി അകലാൻ, അതിൽ നിന്ന് ഒളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് കൃത്യമായി ആ ഡ്യൂട്ടി അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത്. ആ മരണമെന്നത് ഓരോരുത്തരുടെ അടുക്കലേക്കും കടന്നു വരുമെന്നതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അത് കൃത്യമായി അതിൽ യാതൊരു അപാകതയും ഇല്ലാതെ യാതൊരു ആലസ്യവും കൂടാതെ അതിന്റെ സമയമാകുമ്പോൾ ഓരോരുത്തരുടെയും അടുക്കലേക്ക് അത് കടന്നു വരും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആയുസ് അതൊരു നിമിഷം പോലും അല്ലാഹു മുന്തിക്കുകയോ പിന്തിച്ചു തരുകയോ ഇല്ല. മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ ഓരോരുത്തരും അല്ലാഹുവിനോട് പറയും, ഒരല്പസമയം, ഒരു നിമിഷം, ഒരു സെക്കൻഡ് ഒന്ന് ഞങ്ങൾക്കൊന്ന് നീട്ടിത്തന്നാൽ ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് അല്ലാഹുവിനോട് പറയുമെന്നാണ്. അത് വെറും വർത്തമാനമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മരണം എന്നത് ഓരോരുത്തരെയും അടുക്കലേക്ക് വരുമ്പോഴും അതിനെ മുന്തിച്ചു തരുവാൻ അല്ലാഹുവിനോട് എത്ര തന്നെ കേണപേക്ഷിച്ചിട്ടും കാര്യമില്ല. അത് മുന്തിക്കുകയില്ല, അത് പിന്തിച്ചു കഴിയുകയില്ല. കൃത്യസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ സമയത്ത് തന്നെ ആ മരണം അത് കടന്നു വരുമെന്നതാണ്. മാത്രമല്ല, ഒരാൾ എപ്പോഴാണ് മരിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക എന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ നീ ഏത് ഭൂമിയിൽ വെച്ചാണ് നിന്റെ മരണം സംഭവിക്കുക എന്നത് ഒരാൾക്കും പറയാൻ സാധിക്കുന്ന കാര്യമില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലാണ് എങ്കിൽ നമ്മുടെ മരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലാണ് എങ്കിൽ, നമ്മൾ കണക്ക് കൂട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അവിടേക്ക് ആ മരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണമുണ്ടാക്കി അങ്ങോട്ട് നമ്മളെ എത്തിക്കുമെന്നതാണ്. എത്രയോ ചരിത്രങ്ങൾ, എത്രയോ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, അവൻ മരിക്കാൻ വേണ്ടിയാണ് വന്നത്, ഇന്നലെ വരെ സംസാരിച്ചു നിന്നതാണ്, മരിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങോട്ട് പോയത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആ മരണം എന്നത്
അതിന് നിശ്ചയിച്ച സമയമെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാരണം എന്താണോ അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ്, അങ്ങോട്ട് എത്തിക്കുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മരണം എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമല്ല. അത് അറിയിച്ചു തരാതിരിക്കുക എന്നത്, അത് അറിയിച്ചു തരാതിരുന്നത് എന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഓരോരുത്തരും മരിക്കുന്ന ദിവസം, സമയം, സന്ദർഭം, എങ്ങനെ മരിക്കും എന്നതൊക്കെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന ഇത്ര സമയത്ത് ഇന്ന രൂപത്തിലാണ് നമ്മുടെ മരണം എന്നത് നമുക്കറിയുമായിരുന്നെങ്കിൽ ആ ദിവസം, ആ മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡുകൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് അള്ളാഹു അറിയിച്ചു തരാതിരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിന്റെ സ്നേഹം കൊണ്ടാണ്. ഒരു മനസ്സമാധാനവും ആ മരണത്തിന്റെ സമയം നമുക്കറിയുമായിരുന്നെങ്കിൽ നമുക്കുണ്ടാവുകയില്ല എന്നതാണ്. അതുകൊണ്ട് പരലോകം മറന്ന് ജീവിക്കുന്നവർക്കുള്ള ആ ഒരു വലിയ പാഠമാണ് മരണമെന്നത്. അതുകൊണ്ട് പരലോകം ഓർക്കാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പരലോക ചിന്തയെ നിങ്ങൾക്കുണ്ടാകണമെന്ന നിലക്ക് ആ മരണത്തെ ഓർക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഓരോ നമസ്കാര വേളയിലും ഈ ചിന്ത ഉണ്ടാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ച കാര്യം കാണാം. ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉപദേശം ആവശ്യപ്പെട്ടു വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ഉപദേശിച്ചതായി കാണാം. ഇദാ ഖുംത ഫി സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഈൻ. നീ നമസ്കരിക്കുവാൻ വേണ്ടി നിന്നാൽ ഒരു വിടവാങ്ങലുകാരന്റെ നമസ്കാരം പോലെ നിസ്കരിക്കുക എന്നാണ്. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് എന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ആ ഒരു ചിന്തയായിരിക്കണം. അടുത്ത നമസ്കാരം ഞാൻ നിർവഹിക്കുകയോ ഇല്ലയോ എന്ന ആ ഒരു ചിന്ത നമുക്കറിയില്ല. നമ്മൾ ഇന്ന് ജുമ നമസ്കരിക്കുമ്പോൾ അടുത്ത അസർ നമസ്കാരത്തിന് നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും ഇതെന്റെ എന്റെ ആയുസ്സിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ നമസ്കരിച്ചാൽ പിന്നെ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരങ്ങളിൽ മറ്റ് ചിന്തകൾ കടന്നു വരികയില്ല. ഫാത്തിഹ ഓതുമ്പോ, മറ്റു ദിക്റുകൾ ചെല്ലുമ്പോ, റുകൂഇലും സുജൂദിലും എല്ലാം ഈ ഓർമ്മയോടുകൂടി നിൽക്കുമ്പോ കൃത്യമായി ആ നമസ്കാരത്തിന്റെ ഖുശൂഅോടുകൂടി നിർവഹിക്കാൻ സാധിക്കും. കാരണം ഇനിയൊരു നമസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമോ, എന്റെ ആയുസ് ഇതോടുകൂടി തീരുമോ എന്ന ആ ചിന്തയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പരലോക ചിന്ത നന്നായി ഉണ്ടാകുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അവൻ ഖബറിലേക്കാണ് ആദ്യമായി പരലോകത്തെത്തുന്നതിന് മുമ്പ്, ആ പരലോകത്തിന്റെ മുന്നോടിയായുള്ള കവാടമാണ് ഖബർ എന്നത്. ആ ഖബർ എന്ന വീടിൽ, ആദ്യത്തെ വീട്ടിൽ അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പരലോകത്തിൽ രക്ഷപ്പെടും. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയാറുണ്ടായിരുന്നത്, അല്ലാഹുവേ, ഈ ഖബറിൽ നിന്ന് എങ്ങാനും രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ പരലോകത്തിൽ രക്ഷപ്പെടുകയില്ല എന്ന ആ ചിന്തയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല മരണമെന്നത് എന്നാണ് എന്നറിയാത്ത നമ്മൾ അതിനു വേണ്ടി ആ മരണമെത്തുന്നതിന് മുമ്പ് പലതും ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ധന്യമാക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതെന്താണ്? ഒന്നാമത്തേത് ഹയാതക ഖബ്ല മൗതിക്. മരണം
ആ മരണം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മരണം തൊണ്ടക്കുയിലെത്തുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. വസിഹതിക ഖബല സഖമിക്, അതുപോലെ തന്നെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. രോഗം വന്നു കഴിഞ്ഞാൽ ആരോഗ്യമുള്ളതുപോലെയല്ല. ആരോഗ്യ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ ചെയ്യാൻ സാധ്യമല്ല. ഒരാൾ 5 വക്ത് നമസ്കാരം മുടങ്ങാതെ പള്ളിയിൽ വന്ന് അയാളുടെ ആരോഗ്യമുള്ള സമയത്ത് ജമാഅത്തായി നിർവഹിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് രോഗം പിടിപെട്ട് അയാൾ പള്ളിയിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ ആ മനുഷ്യന് ആഗ്രഹമുണ്ട്, എനിക്ക് പഴയതുപോലെ പള്ളിയിൽ വരാൻ ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരിക്കെ ആ മനുഷ്യൻ പള്ളിയിൽ വരാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം അയാൾക്ക് കൊടുക്കുമെന്നതാണ്. കാരണം എന്താണ്? ആരോഗ്യമുള്ള സമയത്ത്, ആ ആരോഗ്യ സമയത്ത് അദ്ദേഹം ചെലവഴിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. നമസ്കാരം, ജമാഅത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കാതെ മുടങ്ങാതെ നിർവഹിച്ച മനുഷ്യനാണ്. അത് സാധിക്കാതെ വന്നത് രോഗം കാരണത്താലാണ്. ഇതുപോലെ ഓരോ കർമ്മങ്ങളും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആരോഗ്യമില്ലാതെ ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആ സാഹചര്യത്തിലും ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത പോലെയുള്ള പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകുമെന്നതാണ്. അതുകൊണ്ട് ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറയാൻ കാരണം അതാണ്. അതുപോലെ മൂന്നാമതായി പറഞ്ഞു വശാബക ഖബല ഹറമിക്, നീ വാർദ്ധക്യമാകുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തണം. യൗവനം എന്നത് യുവാക്കളെ, ആ യുവത്വം എന്നത് അത് വാർദ്ധക്യമാകുന്നത് പോലെയല്ല. വാർദ്ധക്യ സഹജമായ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെയും യുവാക്കളെയും താരതമ്യം ചെയ്തു പോയാൽ രണ്ടുപേരും ഒരുപോലെയല്ല. അവരുടെ ആരോഗ്യം, അതുപോലെ അവരുടെ ഊർജ്ജസ്വലത, അങ്ങനെ എല്ലാ രംഗങ്ങളിലും പ്രായമുള്ളവരെക്കാളും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, കൂടുതൽ ദീനിന് വേണ്ടി സമയം ചെലവഴിക്കാൻ യുവാക്കൾക്കാണ് സാധിക്കുക. അതുകൊണ്ട് യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ പ്രവാചകൻ പറഞ്ഞു നിന്റെ സമ്പത്തിനെ നീ ചെലവഴിക്കണം. ആ സമ്പത്ത് നഷ്ടപ്പെട്ട് ദാരിദ്ര്യമാകുന്നതിന് മുമ്പ് നീ സമ്പത്തിനെ ചെലവഴിക്കണം. സമ്പാദ്യം ഉള്ള ആളുകൾ, സമ്പത്തുള്ള ആളുകൾ അത് എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകിയത്. ആ സമ്പത്ത് നൽകിയ അള്ളാഹുവിന് അത് തിരിച്ചെടുക്കുവാനും സാധിക്കും. പലപ്പോഴും നമ്മളൊക്കെ പറയാറെന്താ, എന്റെ അധ്വാനം കൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. ഇങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ പലപ്പോഴും നമ്മളിൽ പല ആളുകളും പറയാറുണ്ട്. ഇല്ല, നമ്മുടെ അധ്വാനം കൊണ്ട് ലഭിച്ചതല്ല, നമ്മുടെ പഠിപ്പ് കൊണ്ടോ നമ്മുടെ വിവരം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ കിട്ടിയതല്ല. നമ്മളെക്കാളും കഴിവുള്ള ആളുകൾ, നമ്മളെക്കാളും അധ്വാനിക്കുന്ന ആളുകൾ, ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കൊക്കെ സമ്പത്ത് നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അവർക്ക് സമ്പത്ത് ലഭിക്കും. അതിന് അധ്വാനം വേണമെന്നില്ല, അതിന് ബുദ്ധി ഉണ്ടാകണമെന്നില്ല, അതിന് പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാകണമെന്നില്ല. അല്ലാഹു വിചാരിച്ചവർക്ക് അത് ലഭിക്കുമെന്നതാണ്. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹുവാണ് നമുക്ക് നൽകിയത്. ആ നൽകിയ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യും. നീ എങ്ങനെയാണ് സമ്പാദ്യം ഉണ്ടാക്കിയത്? നീ എന്തിനാണ് ചെലവഴിച്ചത്? നീ അറിവ് നേടിയത്? എങ്ങനെയാണ് അറിവ് നേടിയത്? എന്തിനാണ് അറിവ് ചെലവഴിച്ചത്? നിന്റെ സമയം നീ എങ്ങനെ ചെലവഴിച്ചു? നിന്റെ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു? ഇതെല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് ജീവിതം എന്നത്, ആ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മരണസമയത്ത് നാം വിലപിക്കേണ്ടി വരും. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്,
قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. അതെ, ആ മരണത്തിന്റെ സമയത്ത് മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോ ഓരോരുത്തരും വിലപിക്കും, റബ്ബേ എനിക്കൊരു അല്പസമയമെങ്കിലും നീട്ടിത്തന്നാൽ ഞാൻ ധാരാളമായി അമൽ സ്വാലിഹാത്തുകൾ, നമസ്കാരങ്ങൾ, നോമ്പുകൾ, സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും അതുപോലെ ദാനധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാമെന്ന് ആ മരണവേളയിൽ ഓരോരുത്തരും പറയുമെന്നതാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് എന്താണ്? കല്ലാ, ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വർത്തമാനമാണ്. അവൻ നീട്ടിക്കൊടുത്താലും ഇല്ലെങ്കിലും അവനതൊന്നും പ്രവർത്തിക്കുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് അത് എത്രയാണോ, 20 ആണോ, 25 ആണോ, 30 ആണോ, 40 ആണോ, 50 ആണോ, 60 ആണോ, എത്രയാണോ റബ്ബ് നമുക്ക് നൽകിയ ആയുസ്, ആ ആയുസ് തീരുന്നതിന് മുമ്പ് അല്ലാഹുവിന് തൃപ്തിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ദീനീ മാർഗത്തിൽ കൂടുതൽ ഇടപഴകാൻ, അതിന് സമയം ചെലവഴിക്കാൻ, അതിന് സമ്പത്ത് ചെലവഴിക്കാൻ, അതിനായിരിക്കണം നമ്മുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ. അങ്ങനെ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമ്മുടെ ഈ ആയുസ് എന്നത് ഓരോ പുതുവർഷവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ വർഷവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുസ് കുറയുകയാണ്. അതുകൊണ്ട് ഇത് ആഘോഷിക്കുവാനുള്ളതല്ല. എന്റെ ആയുസ് എന്നിൽ നിന്നും കൊഴിഞ്ഞു പോവുകയാണ്. എനിക്ക് ഇനി ദുനിയാവിൽ ജീവിതം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണചിന്ത അധികരിപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും പുതുവർഷം എന്നത് ആഘോഷിക്കാൻ സാധിക്കുകയില്ല. കാരണം ന്യൂ ഇയർ ആഘോഷം എന്നത് അതൊരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാം 2 ആഘോഷങ്ങളാണ് വിശ്വാസികൾക്ക് ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. ആ ആഘോഷങ്ങളല്ലാത്ത മറ്റ് ആഘോഷങ്ങൾ, ഇതര സമുദായങ്ങളുടെ മത ആഘോഷങ്ങൾ, അതൊന്നും ഈമാനുള്ള വിശ്വാസിക്ക് അതിൽ പങ്കെടുക്കുവാനോ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനോ പാടുള്ള കാര്യമില്ല. അതുകൊണ്ട് ഈ ന്യൂ ഇയർ എന്നത് അത് കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളായ ആളുകളാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെ കൂടെയും മതപരമായ കാര്യങ്ങളിൽ കൂടെ കൂടേണ്ട ആളുകളല്ല വിശ്വാസികൾ. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ അത് എല്ലാവരുമായി സഹകരിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇതര വിശ്വാസികളായ ആളുകൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ സഹായിക്കണം. രോഗിയായാൽ, വീടില്ലാത്തവരാണ് എങ്കിൽ അങ്ങനെയുള്ള ദുനിയാവിന്റെ വിഷയങ്ങളിൽ അവരെ സഹായിക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. എന്നാൽ മതപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ അത് വേറിട്ട് നിൽക്കുകയും ചെയ്യണം. കൂടെ കൂടേണ്ട ആളുകളല്ല. അങ്ങനെ ആകുന്നവരെ കുറിച്ച്, കൂടെ കൂടി പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവകരമായ താക്കീത് ചെയ്തതായി കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും
ഒരു ജനതയോട് സാദൃശ്യരായാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്നാണ്. നമ്മൾ ഒരു ഇതര സമുദായക്കാരുടെ അവരുടെ വിശ്വാസങ്ങളിൽ അതോടൊപ്പം നമ്മൾ പ്രവർത്തിച്ചാൽ, അവരുടെ കൂടെ കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിൽപ്പെട്ടവനായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം തന്നെ, ഈമാൻ തന്നെ തകർന്നു പോകുന്ന കാര്യമാണ്. ക്രിസ്മസിന് ആശംസകൾ പറയുന്ന ആളുകൾ, ന്യൂ ഇയറിന് ആശംസകൾ പറയുന്ന ആളുകൾ, ഇതുപോലെ തന്നെ ഓണത്തിന് ആശംസകൾ പറയുന്ന ആളുകൾ, അതേപോലെയുള്ള സദ്യകളിലും കേക്ക് മുറിക്കുകളിലും സ്റ്റാർ തൂക്കുന്നതിലും ഇങ്ങനെയുള്ള മതപരമായ എല്ലാ കാര്യങ്ങളിലും ഒരു മിംഗ്ലിംഗ് ആയി സഹകരിച്ച് ചെയ്യുന്ന ആളുകൾ, അവർ ആ വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ കൂടെ അവരോട് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽപ്പെട്ടവരായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, ഇസ്ലാം വിലക്കിയിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ ഇത്തരം ആഘോഷങ്ങളിലെല്ലാം ഉണ്ടാകും. ഒന്നാമത്തെ ഏറ്റവും ഗൗരവപ്പെട്ട പാപമാണ് ശിർക്ക് എന്നത്. ആ ശിർക്കിൽ അതിന്റെ അടിസ്ഥാനം തന്നെ, ഇത്തരം ആഘോഷങ്ങളുടെ അടിസ്ഥാനം തന്നെ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അതെങ്ങനെ ഒരു ഈമാനുള്ള വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? അതിനോടെങ്ങനെ സഹകരിക്കാൻ സാധിക്കും? അതുപോലെ തന്നെ ഇസ്ലാം ഗൗരവത്തോടുകൂടി വിലക്കപ്പെട്ട ഹറാമാണ് എന്ന് പറഞ്ഞ സംഗീതങ്ങൾ, മ്യൂസിക് ഉപകരണങ്ങൾ, അല്ലാഹു റസൂൽ മദ്യത്തിന്റെ കൂടെ വ്യഭിചാരത്തിന്റെ കൂടെയൊക്കെയാണ് എണ്ണിയത് മ്യൂസിക്കിന്. നമ്മൾ വ്യഭിചാരത്തെ ഗൗരവത്തോടു കൂടി കാണുന്നവരാണ്, മദ്യത്തെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകളാണ്. എന്നാൽ അതിന്റെ കൂടെ എണ്ണിയ മ്യൂസിക്കിന് പലപ്പോഴും നമുക്കൊരു ഗൗരവമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ ആഘോഷങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. പാട്ടും കൂട്ടുമായി പുതുവർഷ പുലരി ആഘോഷിക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകില്ല എന്ന ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. കാരണം ഇതെല്ലാം ഇസ്ലാം ഹറാമാക്കിയതാണ്. ഇസ്ലാം വിലക്കിയ ഹറാമാക്കപ്പെട്ട, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പ്രവാചകന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല. അതാര് എന്ത് പറഞ്ഞാലും, അവൻ തീവ്രവാദിയാണ് എന്ന് മുദ്ര കുത്തിയാലും, ഭീകരവാദിയാണ് എന്ന് മുദ്ര കുത്തിയാലും, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് എന്ന് മുദ്ര കുത്തിയാലും, എന്ത് തന്നെ പരിഹാസത്തോടുകൂടി ആര് എന്ത് പറഞ്ഞാലും എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ മുസ്ലിമാണ്, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന ആ ഒരു ഐഡന്റിറ്റി, അത് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ ഇത്തരം ആഭാസങ്ങൾക്ക് സാക്ഷികളാകുന്നില്ല എന്ന് രക്ഷിതാക്കളായ നമ്മൾ ഉറപ്പുവരുത്താൻ സാധിക്കണം. അവർക്ക് തിരുത്തി കൊടുക്കുവാനുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അതിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കടമകൾ നിർവഹിക്കുന്ന രക്ഷിതാക്കളായി മാറുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ദീനിൽ നിന്ന് അകന്നുപോയി വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ട് നാളെ പാരത്രിക ലോകത്ത് അഗാധമായ നരകത്തിലേക്ക് ആപതിക്കുന്ന കൂട്ടത്തിലായിരിക്കും നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും ആ ശിർക്ക് മെല്ലെ 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 അരിച്ചു വരുന്ന ഒരു കറുത്ത പാറക്കടിയിലൂടെ കറുത്ത ഉറുമ്പരിച്ചു വരുന്നത് പോലെ എന്റെ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഈ രൂപത്തിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആഘോഷങ്ങളിലും നമ്മൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഹറാമുകളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വരുന്ന വലിയ വലിയ പാപങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ശിർക്ക് ഞങ്ങളിൽ നിന്ന് കടന്നു വരുന്നതിനെ നീ സംരക്ഷിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം വന്നുപോയവരാണ് ഞങ്ങൾ. പാപികളാണ്, ദോഷികളാണ് റബ്ബേ.
എല്ലാം അറിയുന്ന റഹ്മാനായ റഹീമായ ഗഫൂറായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മായ്ച്ചു കളഞ്ഞ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ അർശിന്റെ തണലിൽ സുഖിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ ആയുസ്സിനെ, ഞങ്ങളുടെ സമയത്തെ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ സമ്പത്തിനെയെല്ലാം അല്ലാഹുവേ നീ തൃപ്തിപ്പെടുന്ന രീതിയിലും മാർഗത്തിലും ചെലവഴിക്കുവാനുള്ള ആഫിയത്തും തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനകൾ സഹിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനകൾക്കും പകരം അവരുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ നീ എളുപ്പം കൊടുക്കണം റഹ്മാനെ. അത്തരം ആളുകളുടെ കടമിടപാടുകളിൽ നല്ല ഹലാലായ മാർഗത്തിലൂടെ അത് കൊടുത്തു വീട്ടുവാനുള്ള മാർഗം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ഏത് പ്രയാസഘട്ടങ്ങളിലൂടെ പോയാലും, എത്ര തന്നെ സഹിക്കവയ്യാത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും ഹറാമിന്റെ ഒരു ചെറിയ അംശത്തിലൂടെ ആ അംശങ്ങളിലേക്ക് കടന്നു പോകാൻ, അത്തരം ആ ഹറാമിന്റെ അംശങ്ങളിലൂടെ കടന്നു പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഖുറാഫാത്തിലേക്കും പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة